ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല, അഭിനയിച്ചിട്ട് അച്ഛന്റെ പടം കൂടി ചെറുതായിട്ട് ചെറിയ കുട്ടികൾ വന്നിട്ട് പാസിംഗ് അങ്ങനത്തെ പരിപാടികളാണ്, അഭിനയിക്കില്ല. ബട്ട് എക്സ്പ്രഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും സോൾട്ട് ആൻഡ് പേപ്പറിൽ ഒരു ദോശ ഉണ്ടാക്കി കഥ പോലെ കേക്ക് ഉണ്ടാക്കി ഒരു കഥ നല്ല രീതിയിൽ നല്ല രാഘവന്റെ കേക്കും കേക്ക് സ്റ്റോറി എല്ലാവരിലേക്ക് എത്തിയിട്ട് എല്ലാവരും പടം കാണുന്ന ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആയിട്ടുള്ള ലവ് സ്റ്റോറിയാണ് കേക്ക് സ്റ്റോറി എന്നുള്ളത്. എല്ലാവരും തിയേറ്ററിലൊക്കെ പോയി കാണും. ആശയപരമായിട്ടുള്ള എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ രീതിയിൽ തന്നെ. അതിന്റെ ഇടയിൽ അമ്മ കയറി പറയാറുണ്ട്, അച്ഛനും മോളും എന്ന് എനിക്ക് ഓർമ്മ കൂടെ അതിന്റെ ഇടയിൽ കയറി പറയാറുണ്ട്. ബട്ട് കറക്റ്റായിട്ടുള്ള ഗൈഡൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. മേഡം ഈ കഥ എഴുതിയപ്പോ തന്നെ മേഡത്തിന് ഇതിന്റെ അകത്ത് അഭിനയിക്കുക എന്നാണോ അതോ ആരായാലും മേഡം തന്നെ അഭിനയിച്ചോളൂ എന്ന് പറഞ്ഞ ആ ഒരു ഡിസിഷനിലേക്ക് വന്നത്? ഞാൻ ഒരിക്കലും എന്നെ കണ്ടുകൊണ്ട് എഴുതിയ ക്യാരക്ടറല്ല. ഞാൻ അതിൽ അഭിനയിക്കുക എന്നുള്ളൊരു രീതിയിൽ എഴുതിയതുമല്ല. നമ്മളൊരു ഓഡിഷൻ വെച്ചിരുന്ന നൈന എന്നാണ് ഞാൻ അഭിനയിച്ച ക്യാരക്ടർ പേര്. നൈനയ്ക്ക് വേണ്ടി ഒരു ഓഡിഷൻ നടത്തിയപ്പോൾ നമുക്ക് അതിന്റെ സെറ്റ് ആവുന്ന സമയത്ത് അച്ഛൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന ജിബി മാമനും അച്ഛൻ്റെ ഫ്രണ്ടായ ഫ്രാങ്കോക്കും കൂടെയാണ് എന്നെ സജസ്റ്റ് ചെയ്ത് അഭിനയിക്കാൻ ട്രൈ ചെയ്ത് നോക്കാവുന്ന രീതിയിൽ വന്നത്. അങ്ങനെയാണ് ഞാൻ